Good afternoon. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയത്? കഴിച്ചു മിസ്സേ. ഓക്കെ, ആര്യക്കുട്ടി ഇവിടെ മെസ്സേജ് ഇട്ടേണ്ട കഴിച്ചു മിസ്സേ. എല്ലാവരും കഴിച്ചല്ലോ അല്ലെ? ഓക്കെ, ഞാൻ കഴിച്ചു. ഇത് കഴിച്ചു. യെസ്. എനിക്കിപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ട്? ഫാർമസിയിലെ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് അല്ലേ? മിക്കവാറും മെസ്സേജ് ഇട്ടുണ്ട് കേട്ടോ. എനിക്ക് വേറെ ചോദിക്കാനായിട്ട് പറ്റില്ലല്ലോ നിങ്ങളോട്. അപ്പൊ മെസ്സേജിലൊക്കെ ഒന്ന് തിരിച്ചയക്കുക. കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോ എക്സാമിന്റെ ബസ് എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഫാർമസിയില് നമ്മൾ പറഞ്ഞത് എവിടെയാ? സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് ആണ് അല്ലെ? ജനറൽ ഡ്രഗ്സ് പറഞ്ഞു, നാർക്കോട്ടിക് ഡ്രഗ്സ് പറഞ്ഞു, രണ്ടെണ്ണം. ഓക്കെ, രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇനി മൂന്നാമത്തെയാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫ്ലേമബിൾ, നമുക്ക് ജ്വലിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കത്ത് പിടിക്കാൻ സാധ്യതയുള്ള എന്നാണ് ഇൻഫ്ലേമബിൾ എന്ന് പറയുന്നത്. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് different enclosure to be made for easily kindled things like spirit, gas and chemicals. Kindled എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വലിക്കുക എന്നുള്ളൊരു മീനിങ് ആട്ടോ, കത്തുക എന്നുള്ളതാണ്. Kindled things like spirit, gases and chemicals. ഇപ്പൊ സ്പിരിറ്റുകൾ നമുക്കറിയാം, സ്പിരിറ്റ് കത്ത് പിടിക്കില്ലേ? അതുപോലെയുള്ള മറ്റുള്ള ഗ്യാസുകള്, കെമിക്കൽസ്, ഇങ്ങനെയുള്ള കത്ത് പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കള്, ഡ്രഗ്സുകള് ഒക്കെ നമ്മൾ ഇങ്ങനെ ഒരു പ്രത്യേക സുരക്ഷാ വലയത്തില്, പ്രത്യേക ചുറ്റുപാടിൽ തന്നെ അത് സൂക്ഷിക്കണം. അതിന്റെ പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്, അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് കത്തുപിടിക്കാൻ സാധ്യതയുള്ള സ്പിരിറ്റ്, ഗ്യാസസ്, മറ്റുള്ള കെമിക്കൽസ്, ഇതെല്ലാം പ്രത്യേകം വേർതിരിച്ച സ്ഥലങ്ങളിൽ തന്നെ സൂക്ഷിക്കണം. അതെല്ലാത്തിന്റെയും കൂട്ടത്തിൽ വെക്കാൻ പാടില്ല. പെട്ടെന്ന് അത് കത്തുപിടിക്കാൻ സാധ്യതയുണ്ട്. സ്പിരിറ്റ് ഒക്കെ അല്ലെ, ചെറിയൊരു തീയുടെ ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കത്തുപിടിക്കും, നമുക്കറിയാം. അപ്പൊ അതുപോലെ അങ്ങനെയുള്ള ഗ്യാസുകളും ഇതൊക്കെ പ്രത്യേകം സ്ഥലങ്ങളില്, സെപ്പറേറ്റ് പ്ലേസസിൽ തന്നെ അത് സൂക്ഷിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പ്ലേസസ് ഉണ്ടായിരിക്കണം. സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ഇനി എന്ത് വേണം? ആവശ്യത്തിന് വെന്റിലേഷൻ വേണം. അതുപോലെ ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, അഗ്നിശമന സംവിധാനങ്ങളും ആവശ്യത്തിന് വെന്റിലേഷനും ഒക്കെ ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ നമ്മള് വെന്റിലേഷനൊക്കെ പെട്ടെന്ന് തീയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ആവുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഒരു ഇതാകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെന്റിലേഷനും പിന്നെ ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, അഗ്നിശമന സംവിധാനങ്ങളും. തീയൊക്കെ പെട്ടെന്ന് കത്തുപിടിക്കുകയാണെങ്കിൽ അതിനെ ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും. ഫയറിനെ നമുക്ക് കളയാനായിട്ട് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഒക്കെ ഇല്ലേ, അഗ്നിശമന സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അടുത്ത് നോക്കിയേ, എക്സ്ഹോസ്റ്റ് ഫാൻ ഫോർ എയർ ടു പാസ്. ഇനി എയർ പാസ് ചെയ്യാനായിട്ട് എക്സ്ഹോസ്റ്റ് ഫാൻ വേണം. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. ഇതിനകത്ത് പേജ് ഓക്കെ, എട്ടാമത്തെ പേജ് കേട്ടോ. ഫാർമസി എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എക്സ്ഹോസ്റ്റ് ഫാൻ വേണം എയർ ടു പാസ്. എയർ പാസ് ചെയ്യാനാണെങ്കിൽ, എയർ പാസ് ചെയ്യാനായിട്ട് എക്സ്ഹോസ്റ്റ് ഫാൻ കൊടുക്കണം. നമ്മുടെ വീട്ടിലൊക്കെ വെച്ചിട്ടില്ല എക്സ്ഹോസ്റ്റ് ഫാന്, നമ്മുടെ ഉള്ളിലുള്ള ചീത്തവായുവിനെയൊക്കെ പുറത്തേക്ക് വലിച്ചു കളയാനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, പെട്ടെന്ന് കത്തുപിടിക്കുന്ന സ്പിരിറ്റ്, ഗ്യാസുകള്, മറ്റുള്ള കെമിക്കൽസ്, ഇതിന് സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം വേർതിരിച്ച സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം. സഫീഷ്യന്റ് വെന്റിലേഷനും ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കണം. ഇപ്പൊ തുടങ്ങിയുള്ളൂ കേട്ടോ. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് വന്നേയുള്ളൂ 3 പോയിന്റ്സ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരൊക്കെ ജോയിൻ ചെയ്ത് വന്നേയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഓടിപ്പോയിട്ടില്ല. ജസ്റ്റ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ആവശ്യത്തിന് വെന്റിലേഷനും ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ എന്ത് വേണം? എക്സ്ഹോസ്റ്റ് ഫാൻ വേണം ഫോർ എയർ ടു പാസ്. എയർ പാസ് ചെയ്യാനായിട്ട് എക്സ്ഹോസ്റ്റ് ഫാൻ വേണം. ഇനി നാലാമത്തെയാണ് കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താ?
കോൾഡ് സ്റ്റോറേജ്. കോൾഡ് സ്റ്റോറേജ് നമ്മളെല്ലാ മെഡിസിൻസും നമുക്ക് റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇൻസുലിൻ, പിന്നെ അതുപോലെ വാക്സിൻസ്, ഇങ്ങനെയുള്ള എല്ലാ മെഡിസിൻസും ഒക്കെ നമുക്ക് ഓപ്പൺ ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല. ആന്റിബയോട്ടിക്സ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം, കോൾഡ് സ്റ്റോറേജിൽ വെക്കണം അല്ലെ. ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്, വിറ്റാമിൻസ്, liver extract should be stored in cold room between 50 degrees Celsius to 20 degrees Celsius. ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയാൽ കേട്ടോ, ആ സെൽഷ്യസ് എത്ര ഡിഗ്രി ആണെന്നുള്ളതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. 50 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ ഉള്ള നമ്മള് എന്താണ് കോൾഡ് സ്റ്റോറേജ് അതിൽ തന്നെ ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ സൂക്ഷിക്കണം. Antibiotics, vitamins, liver extract should be in store cold room. Cold room, തണുത്ത റൂമില്, അതായത് ആ ഒരു കോൾഡ് സ്റ്റോറേജിൽ വെക്കണം. ബിറ്റ്വീൻ എത്ര ഡിഗ്രി എന്ന് പറഞ്ഞേക്കണേ? 50 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ the room should be air conditioned with temperature control facility. റൂമിൽ എന്തായിരിക്കണം? റൂം എങ്ങനെയാ? AC വേണം, എയർ കണ്ടീഷണർ വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി വേണം. The room should be air conditioner with temperature control facility വേണം. അടുത്ത നോക്കിയ drugs like vaccines, sera, hormones, etc. have to be stored at 2 to 8 degrees Celsius in deep freeze or vacuum cooler. അവിടെ ടെമ്പറേച്ചർ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. drugs like vaccines, sera എന്ന് പറഞ്ഞാൽ clear liquid part of the blood. serum പഠിച്ചില്ലേ? clear liquid part of the blood. clear liquid part of the blood, serum. അത് ഹോർമോൺസ്, ഇതെല്ലാം എത്ര ഡിഗ്രിക്കാണ്? 2 ഡിഗ്രി ടു 8 ഡിഗ്രി സെൽഷ്യസ് ഡീപ് ഫ്രീസിൽ വേണം വെക്കാൻ. ഓർ കൂളർ എന്നാണോ ടെക്സ്റ്റിലുള്ളൂ? ഡീപ് ഫ്രീസർ ഓർ കൂളർ, അല്ലെങ്കിൽ കൂളർ. ഓക്കെ, കറക്റ്റ് അല്ലേ ടെക്സ്റ്റ്? കൂളർ, ഡീപ് ഫ്രീസ് ഓർ കൂളർ. Then temperature exhibiting through dial thermometer and temperature charting. ഇനി ടെമ്പറേച്ചർ എങ്ങനെയാണ് നമുക്ക് പ്രദർശിപ്പിക്കുന്നത്? എങ്ങനെയാണ്? ത്രൂ ഡയൽ തെർമോമീറ്റർ. ഡയൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഡയൽ തെർമോമീറ്റർ. വോക്കിംഗ് കൂളർ എന്നാണോ ടെക്സ്റ്റിൽ? അങ്ങനെ വേണ്ട കേട്ടോ. ഡീപ് ഫ്രീസർ ഓർ കൂളർ അത്രയും മതി. വോക്കിംഗ് എന്നുള്ളത് വെട്ടിക്കളഞ്ഞേക്കാം. അതാ ഞാൻ പറഞ്ഞത്, ആ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചേക്കാൻ. ഡീപ് ഫ്രീസർ ഓർ കൂളർ അത്രയും മതി. ഇനി ടെമ്പറേച്ചർ നമുക്ക് എങ്ങനെ? ഇതിപ്പോ ഇത്ര നമ്മൾ കറക്റ്റ് ടെമ്പറേച്ചർ പറഞ്ഞില്ലേ? ഇപ്പൊ ആന്റിബയോട്ടിക്സ്, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട് ആണെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി വേണം. 20 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ ആയിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. എന്നാൽ വാക്സിൻസ്, സെറ, ഹോർമോൺസ് ഇതൊക്കെ എത്ര ഡിഗ്രി പറഞ്ഞേക്കുന്നത്? കുറച്ചുകൂടി ഡീപ് ഫ്രീസ് ചെയ്യണം. അതായത് 2 ഡിഗ്രി ടു 8 ഡിഗ്രി സെൽഷ്യസ് ഡീപ് ഫ്രീസേഴ്സ് ഓർ കൂളറിലായിരിക്കണം വെക്കേണ്ടത്. അപ്പൊ ഈ ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യണം. ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് എന്താ ഇവിടെ ഉപയോഗിക്കുന്നത്? ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിങ് വെച്ചിട്ട് ടെമ്പറേച്ചർ പ്രദർശിപ്പിക്കാൻ പറ്റും. അതാണ് കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ആ 2 ഡിഗ്രി ടെമ്പറേച്ചറുകൾ പറഞ്ഞില്ലേ, അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്തതാണ് മെഡിക്കേഷൻ പ്രൊസീജിയർ. Medication procedure. Medication method of IPD from the cabin or ward. ഈ മെഡിക്കേഷൻ പ്രൊസീജിയർ നിങ്ങളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അണ്ടർലൈൻ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതെങ്ങനെയാണ് നമുക്ക് മെഡിസിൻസ്, അതായത് ഈ IPD-യിൽ നിന്ന്, ക്യാബിനിൽ നിന്ന് അല്ലെങ്കിൽ വാർഡിൽ നിന്ന് IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മെഡിസിൻസ് എത്തുന്ന രീതിയാണ് പറഞ്ഞേക്കുന്നത്. ആ മെത്തേഡാണ്, മെഡിക്കേഷൻ പ്രൊസീജിയർ ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. IPD-യുടെ മെഡിക്കേഷൻ രീതി, മെഡിക്കേഷൻസ് മരുന്നുകൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് കേട്ടോ. Okay, medication method of IPD from IPD എന്ന് പറഞ്ഞാൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഫ്രം എവിടെ നിന്ന്? ദ ക്യാബിൻ ഓർ വാർഡ്. ക്യാബിൻ അല്ലെങ്കിൽ വാർഡിൽ നിന്നുള്ള IPD-യിലേക്കുള്ള മെഡിക്കേഷൻ മെത്തേഡ്. ഡോക്ടേഴ്സ് റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻ. ആദ്യം എന്താ?
ആദ്യം എന്താ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നമുക്ക് വയ്യ സുഖമില്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, എന്നിട്ട് നമ്മൾ ഡോക്ടറിനെ ആദ്യം കണ്ടും ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യും, ഫ്രണ്ട് ഓഫീസിൽ പോകും, നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്യും, രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡോക്ടറിനെ കാണും. ഡോക്ടർ ആരാണ് ഈ മരുന്ന് നിർദ്ദേശിക്കുന്നത്? ആരാ പ്രിസ്ക്രൈബ് ചെയ്യുന്ന? ആരാ? ഡോക്ടേഴ്സ് അല്ലെ? ഡോക്ടർ അല്ലേ പ്രിസ്ക്രൈബ് ചെയ്യുന്ന, ഇന്ന ഇതാണ് ഇന്ന മെഡിസിൻ കഴിക്കണം. ഡോക്ടർ അവിടെ പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടറാണ് എന്ത് ചെയ്യുന്നത്? പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡോക്ടർ റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻ. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതും. അതല്ല ആദ്യത്തെ പടി. മെഡിസിൻസിന്റെ ആദ്യത്തെ പടി ഏതാ? ഡോക്ടർ. ഡോക്ടർ നമ്മുടെ ഡയഗ്നോസ് ചെയ്തിട്ടൊക്കെ എന്താണ് രോഗം എന്നൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള മെഡിസിൻ ഏതാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. The nurses transcribe the prescription by electronic machine onto the HIS. ഇനി എന്ത് ചെയ്യും അറിയോ? നേഴ്സസ് അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യും. ട്രാൻസ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ പകർത്തുക, കോപ്പി ചെയ്യും. അപ്പൊ ഡോക്ടർ എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ നേഴ്സ് എന്ത് ചെയ്യും? അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യും, പകർത്തും. ബൈ ഇലക്ട്രോണിക് മെഷീൻസ് ഓൺ ടു ദ HIS. എങ്ങോട്ടേക്ക്? ഇലക്ട്രോണിക് മെഷീൻസ് വഴി പ്രിസ്ക്രിപ്ഷൻസ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പകർത്തും. അല്ലെ? ചിലപ്പോ ഡോക്ടർ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക്, HIS കമ്പ്യൂട്ടറിലേക്ക് പകർത്തും. അല്ലെ? അപ്പൊ അതായത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ പറയുമ്പോൾ നെയ്സ് ആയിരിക്കും ചിലപ്പോ ആ സിസ്റ്റത്തിലേക്ക്. ഇപ്പൊ അങ്ങനെയല്ലേ, ചീട്ടൊന്നും ഇല്ല, കയ്യിൽ ചീട്ടൊന്നുമില്ല. ജസ്റ്റ് ഡോക്ടർ എന്തൊക്കെ മെഡിസിൻസ് ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് കമ്പ്യൂട്ടറിലേക്ക് നേരെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യണേ നേഴ്സ്. The nurses transcribe the prescription by electronic machine onto the HIS hospital information systemത്തിലേക്ക് ഇലക്ട്രോണിക് മെഷീൻ വഴി പ്രിസ്ക്രിപ്ഷൻസ് എന്ത് ചെയ്യുന്നു? പകർത്തുന്നു. കിട്ടിയാ? The nurses transcribe the prescription by electronic machines onto the HIS hospital information systemത്തിലേക്ക് പകർത്തും. ഇനി അത് രണ്ടും നോക്കി വെച്ചാണ് കേട്ടോ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന നേഴ്സ്. ഇനി എന്ത് ചെയ്യുന്ന അറിയോ? അപ്പൊ നേഴ്സ് പകർത്തി വെച്ചു. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാട്ടോ. ഡോക്ടർ ആദ്യം പ്രിസ്ക്രിപ്ഷൻ എഴുതി, നേഴ്സ് എന്ത് ചെയ്തു? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അതിനെ പകർത്തി. ക്ലിയർ ആവുണ്ടോ പറയണ? ഇത് പ്രൊസീജിയർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആ ഓർഡർ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. പോയിന്റ്സ് ഫുൾ ആയിട്ടൊന്ന് ബൈ ഹാർട്ട് ചെയ്യണ്ട നിങ്ങൾ കേട്ടോ. ഇനി അടുത്ത നോക്കിയ ഫാർമസി ഡിപ്പാർട്ട്മെന്റ്. ഇനി ഫാർമസി ഡിപ്പാർട്ട്മെന്റിലേക്കാ പോകുന്നത്. The pharmacy department. At the pharmacy department, administration staff by using electronic machine nurses electronic request for the medicine onto the printed medication order sheet. ഇവിടെ എന്താ? ഫാർമസിയിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ത് ചെയ്യുന്നറിയോ? കമ്പ്യൂട്ടർ വഴി നമ്മുടെ നേഴ്സ് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഇല്ലേ, ആ മെഡിസിൻസ് അതിന്റെ വിവരങ്ങൾ പ്രിന്റഡ് ഓർഡർ ഷീറ്റിലേക്ക് പ്രിന്റഡ് ആക്കുന്ന പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റും. കിട്ടിയോ? അടുത്ത സ്റ്റെപ്പ് മൂന്നാമത്തെ എന്താ? അവിടെ ഫാർമസിയില് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ത് ചെയ്യും? ഈ നേഴ്സ് പകർത്തിയിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പകർത്തിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യുന്നറിയോ? എന്ത് ചെയ്യും? അത് പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലേക്ക് ആക്കി മാറ്റും. കിട്ടിയോ? പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റും. ഇനി അതൊന്ന് അണ്ടർലൈൻ ചെയ്തണം കേട്ടോ. പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റും. ഇനി അവിടുത്തെ ഡിസ്പെൻസേഴ്സ്, അത് ഡിസ്പെൻസ് ചെയ്യുന്നവർ, വിതരണം ചെയ്യുന്നവർ എന്ത് ചെയ്യും? ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിസിൻ, ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിക്കേഷൻ ഫ്രം എന്നാട്ടോ. ടെക്സ്റ്റ് ഒന്ന് നോക്കിയാലേ കറക്റ്റ് അല്ലേന്ന്. ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിക്കേഷൻ ഫ്രം ദ ഷെൽഫ്സ് ടു ദ ഡിസ്പെൻസിംഗ് ടേബിൾ ആസ് പെർ ദ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ്. ആ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ അതനുസരിച്ച് അത് വിതരണം ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നറിയോ? ഷെൽഫ്സിൽ നിന്ന് മെഡിസിൻസ് എന്ത് ചെയ്തു? ഡിസ്പെൻസിങ് ടേബിളിലേക്ക് മാറ്റും. പ്രിന്റ് ചെയ്തിട്ടുള്ള ആ മരുന്നുകള് ഓർഡർ അനുസരിച്ച് ഡിസ്പെൻസേഴ്സ് അത് വിതരണം ചെയ്യുന്നവർ എന്ത് ചെയ്യും? ഡിസ്പെൻസിങ് ടേബിളിലേക്ക് എവിടെ നിന്നാ? ഷെൽഫിൽ നിന്ന് മെഡിസിൻസ് വെക്കും, പ്രിസ്ക്രിപ്ഷൻസ് വെക്കും.
എന്ത് ചെയ്യുന്നു അവിടെ? ഡിസ്പെൻസേഴ്സ് എന്ത് ചെയ്യുന്നു? ഡിസ്പെൻസിങ് ടേബിളിലേക്ക് വെക്കും. ഷെൽഫ്സിൽ നിന്ന് ഡിസ്പെൻസിങ് ടേബിളിലേക്ക് വെക്കും. ക്ലിയർ ആയോ? ടു ദ ഡിസ്പെൻസിങ് ടേബിൾ. അത്ര ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. ഇനി the medicine should be kept in small medication carton. ഇനി മെഡിസിൻസ് എന്ത് ചെയ്യുന്ന അറിയോ? ചെറിയ ഓരോ പേഷ്യൻസിന്റെയും മെഡിസിൻസ് മെഡിക്കേഷൻ കാർട്ട് എന്ന് പറഞ്ഞ ട്രേ ആണ് കേട്ടോ. ആ ട്രേയിലേക്ക് വെക്കും. along with the printed medication order. എന്തിന്റെ ഒപ്പം? പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ്. ആ ഷീറ്റും ഉണ്ടാവുന്നത് അതിന്റെ ഒപ്പം തന്നെ കാർട്ടിലേക്ക് വെക്കും. Medication should be kept in a small medication cart along with the printed medication order sheet. Clear ആയോ? മെഡിക്കേഷൻ ട്രേയിലേക്ക് വെക്കും. മരുന്നുകള് ആ ട്രേയിലേക്ക് വെക്കും. എന്തുകൂടി ഉണ്ടാവും? പേജ് നമ്പർ 8 ആണ് കേട്ടോ. 8. along with the printed medication order sheet. ആ ഓർഡർ ഷീറ്റ് ഉണ്ടാവും, മെഡിക്കേഷൻസും വെക്കും. ഇനി എന്ത് ചെയ്യുന്നറിയോ? അത് കഴിഞ്ഞിട്ട് ഫാർമസിസ്റ്റ് അത് ക്രോസ് ചെക്ക് ചെയ്യും. ഫാർമസിസ്റ്റ് ഇല്ലേ ഫാർമസിയില്? ആ ഫാർമസിസ്റ്റ് അത് ക്രോസ് ചെക്ക് ചെയ്യും. ശരിയല്ലേ ഇവരെടുത്ത് വെച്ചേക്കുന്ന മെഡിസിൻസ്? ആ മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് നോക്കിയിട്ട് അത് ശരിയല്ലേ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യും. ഒന്ന് അണ്ടർലൈൻ ചെയ്തോളാം കേട്ടോ. ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യും. ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ. ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും? അതിനെ ക്രോസ് ചെക്ക് ചെയ്യും. ഇനി ആഫ്റ്റർ വെരിഫൈയിങ് പ്രോപ്പർ ഡിസ്പെൻസിങ് ഫാർമസി എയ്ഡ് bag to all the medication into a bag and stick to the medication order along with it. ഇനി ആ ഫാർമസിസ്റ്റ് അതിന്റെ കൃത്യത പരിശോധിച്ചു, ക്രോസ് ചെക്ക് ചെയ്തു. ജോസഫിനോട് ഇവിടെ വീഡിയോ ഓൺ ആണെന്നാ. അത് പ്രശ്നമില്ല, എനിക്ക് വീഡിയോ ഓൺ ആയാലും. ജോസ് ആണ് പ്രശ്നമില്ല. വീഡിയോ ഒക്കെ നിങ്ങൾ എനിക്ക് കാണാലോ. പക്ഷെ നമ്മള് സൗണ്ട് മാത്രം അങ്ങനെ മ്യൂട്ട് ചെയ്യാറുള്ളൂ. വീഡിയോ അങ്ങനെ ഞാൻ മ്യൂട്ട് ചെയ്തിടാറില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ അവിടെ നമ്മൾ ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്തു. ഈ ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ഈ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പർ ആയിട്ട് അത് നോക്കി അതിന് ആഫ്റ്റർ വെരിഫൈയിങ് പ്രോപ്പർ ഡിസ്പെൻസിങ് ഫാർമസി എയ്ഡ് ബാഗ്. നമ്മൾ പറഞ്ഞു ആ ഫാർമസി എയ്ഡ് ബാഗിലേക്ക്, അതായത് ഓരോ മെഡിസിൻസും കവറില്ലേ അത് ചെക്ക് ചെയ്തിട്ടാ. ഇത് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ചെക്ക് ചെയ്യാതെ കവറിലേക്ക് ഇട്ട പ്രശ്നമാവില്ലേ? എയ്ഡ് ബാഗ് അല്ലെങ്കിൽ ഫാർമസിയിലെ കവറിലേക്ക് ഇടും. ഓൾ ദ മെഡിക്കേഷൻ ടു ദ ബാഗ്. പേഷ്യന്റ് വൈസ്, ഓരോ പേഷ്യന്റ് വൈസും, ഒരു പേഷ്യൻസിന്റെ ഒക്കെ ഒരു ഇതിലേക്ക് അങ്ങനെ ആക്കിയിടും. പേഷ്യന്റ് വൈസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ കവറിലേക്ക് ആക്കി മാറ്റും. ഇനി ആൻഡ് സ്റ്റിക്ക് ടു ദ മെഡിക്കേഷൻ. അതിന്റെ ഒപ്പം എന്ത് വെക്കും? കവറിൽ ആ മെഡിസിൻ വെച്ചിട്ട് മെഡിക്കേഷൻ ഓർഡർ അതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഓക്കെ, മെഡിക്കേഷൻ ഓർഡർ അതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഇനി ലേബലിംഗ് ഈസ് ഓൾസോ ഡൺ ഇഫ് നെസസറി. ഇനി ആവശ്യമാണെങ്കിൽ അതില് ലേബലിംഗ്, പേഷ്യന്റ് പേരോ അങ്ങനെയൊക്കെ വേണ്ട ലേബലിംഗും കൊടുക്കും ഏതാണുള്ളത്. അപ്പൊ അത് നമ്മൾ കവറിലാക്കി മെഡിസിൻ, എന്നിട്ട് അതിനകത്ത് ആ മെഡിക്കേഷൻ ഓർഡർ ഇല്ലേ അതും കൂടി അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കും. ഇനി submit the medication patient wise to the nurses accountable to the floor. ഇനി അത് നേരെ നമ്മുടെ കയ്യിലേക്ക് തരുവാണോ? അപ്പൊ എങ്ങോട്ടേക്ക് എത്തുന്നതാണ്? IPD-യിൽ നിന്ന് വാർഡിലേക്ക് എത്തുന്നതല്ലേ? അതായത് നമുക്ക് അവിടെ ഈ മെഡിസിൻസ് നേരെ പോകുന്നത് എങ്ങോട്ടാന്നറിയോ? നമ്മുടെ നേഴ്സിന്റെ അടുത്തേക്കാണ്. ഓരോ പേഷ്യന്റ് വൈസും. ഇപ്പൊ നമ്മൾ അവിടെ അഡ്മിറ്റ് ആണല്ലോ, IPD-യിൽ നിന്നാണല്ലേ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, നമ്മൾ അഡ്മിറ്റ് ആണ് അവിടെ. അപ്പൊ ഈ മെഡിക്കേഷൻ, സബ്മിറ്റ് ദ മെഡിക്കേഷൻ പേഷ്യന്റ് വൈസ് ടു ദ നേഴ്സസ് അക്കൗണ്ടബിൾ ഇൻ ദ ഫ്ലോർ. ആ ഓരോ ഫ്ലോറിലും അതിന് ആ നേഴ്സിംഗ് സ്റ്റേഷനിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട നേഴ്സ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് മെഡിക്കേഷൻസ് ചെല്ലുന്നത്. ഒരു വാർഡാണ്, വാർഡില് 10 പേരുണ്ടെങ്കിൽ 10 പേർക്കിടയിൽ ഇതുപോലെ ഒരു കവറിലാക്കി ആ ഓർഡർ കൂടി വെച്ചിട്ട് അത് നേരെ പോകുന്നത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആ ഫ്ലോറിൽ ഇതിന് ചാർജ് ഉള്ള നേഴ്സിന്റെ അടുത്തേക്കാണ് ഈ മരുന്നുകൾ പോകുന്നത്. ഇനി
the nurses receive the medicine from pharmacy. I aid and check the quantity according to the requirement. അപ്പൊ ഈ നേഴ്സ് എന്ത് ചെയ്യും? അത് റിസീവ് ചെയ്യും. മെഡിസിൻസ് റിസീവ് ചെയ്തതിന് ശേഷം ഫാർമസിയിൽ നിന്നുള്ള ഫ്രം ഫാർമസി ആണ് കേട്ടോ. ഫാർമസിയിൽ നിന്നുള്ള ആ മെഡിസിൻസ് കിട്ടുന്ന മെഡിസിൻ ആ നേഴ്സ് എന്ത് ചെയ്യുന്നു? അത് റിസീവ് ചെയ്തിട്ട് അതിന്റെ ക്വാണ്ടിറ്റി അതേ അളവിലുണ്ടോ, ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള അത്രയും അളവില് മെഡിസിൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ചെക്ക് ദ ക്വാണ്ടിറ്റി അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്സ്. റിക്വയർമെന്റ് അനുസരിച്ച് തന്നെ അത് ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യും. ഇനി നോക്കിയേ, ഗിവ് ദ മെഡിക്കേഷൻ ടു ദ പേഷ്യന്റ്. മെഡിക്കേഷൻസ് എന്ത് ചെയ്യും? പേഷ്യൻസിന് കൊടുക്കും. Give the medication to the patient. പേഷ്യന്റിന് കൊടുക്കും. ഓക്കെ, നോക്കിയേ, ക്ലിയർ ആണോ നോക്കിയേ? അത്രയും കാര്യങ്ങൾ നോക്കിയേ. ഓക്കെ ആണോ? നോടെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. അവിടെ വരെ കറക്റ്റ് ചെയ്തിട്ട് വേണം അടുത്ത സെക്ഷൻ എടുക്കാൻ. ആദ്യം ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി. ആ പ്രിസ്ക്രിപ്ഷൻ എന്ത് ചെയ്തു? നേഴ്സ് എന്ത് ചെയ്തു? ഇലക്ട്രോണിക് മെഷീൻ വഴി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ആക്കി. ഇനി നേരെ അത് ഫാർമസിയിൽ ചെല്ലും. ആ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ത് ചെയ്യുന്ന അറിയോ? അത് പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റും. മെഡിസിൻസ് പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റും. ഇനി അത് ഡിസ്പെൻസേഴ്സ്, അത് വിതരണം ചെയ്യുന്നവർ എന്ത് ചെയ്യും? ആ മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിൽ പറഞ്ഞേക്കുന്നത് അനുസരിച്ച് ആ മെഡിസിൻസ് ഷെൽഫ്സിൽ നിന്ന് ഡിസ്പെൻസിങ് ടേബിളിലേക്ക് ആക്കും. ഓക്കെ, ഷെൽഫ്സിൽ നിന്ന് ഡിസ്പെൻസിങ് ടേബിളിലേക്ക് എത്തും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ മെഡിസിൻസ് ഒക്കെ ഒരു ചെറിയ ട്രേയിലേക്ക് വെക്കുന്നത്. എന്തുകൂടി ഉണ്ടാവും അതിന്റെ ഒപ്പം? മെഡിക്കേഷൻ ഓർഡർ ഷീറ്റും ഉണ്ടാകും, മെഡിസിൻസും ഒരു ട്രേയിൽ വെക്കും. ആ ട്രേയിൽ വെച്ച് കഴിയുമ്പോൾ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും? ഫാർമസിസ്റ്റ് പോയി അത് കറക്റ്റ് ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യും. ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഫാർമസിസ്റ്റ് എന്ത് ചെയ്യുന്നു? മെഡിക്കേഷൻ അത് ക്രോസ് ചെക്ക് ചെയ്യും. ഇനി എന്നിട്ട് അത് വെരിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഓക്കെ ആണ്, ആ മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് അനുസരിച്ചുള്ള മെഡിസിൻസ് ആണെന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു? മെഡിക്കേഷൻ ട്രേയിലേക്ക് വെക്കും. ആൻഡ് സ്റ്റിക്ക് ടു ദ മെഡിക്കേഷൻ ഓർഡർ. അതിന്റെ ഒപ്പം തന്നെ മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ്, അതായത് ബാഗിലേക്ക്, കവറിനാണ് കേട്ടോ, ട്രേയില കവർ. ഫാർമസി എയ്ഡ് ബാഗ് എന്ന് പറഞ്ഞാൽ കവറാണ്. അതിനകത്തിട്ട് വെക്കും. ഫാർമസി എയ്ഡ് ബാഗ് കവറിലേക്ക് വെക്കും, മെഡിക്കേഷൻ വെക്കും. ഓരോ പേഷ്യന്റ് വൈസ് ആയിട്ട് തന്നെ വെക്കും. എന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റിക്ക് മെഡിക്കേഷൻ ഓർഡർ അതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കും. ആവശ്യമാണെങ്കിൽ അവിടെ ലേബലിങ്ങും ചെയ്യും. ഇനി അത് സബ്മിറ്റ് ചെയ്യും ഓരോരുത്തർക്കും. മെഡിക്കേഷൻ പേഷ്യന്റ് വൈസ് ടു ദ നേഴ്സസ്. നേരെ പേഷ്യന്റ് കയ്യിലേക്കല്ല പോകുന്നത്. എങ്ങോട്ടാ? പേഷ്യന്റ് വൈസ് ടു ദ നേഴ്സസ് അക്കൗണ്ടബിൾ ഇൻ ദ ഫ്ലോർ. ആ ഫ്ലോറില് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേഴ്സ്, ആ നേഴ്സിന്റെ കയ്യിലേക്ക് പോകും. Then അടുത്ത നോക്കിയേ, the nurses receive the medicine. നേഴ്സ് മെഡിസിൻസ് റിസീവ് ചെയ്തു അല്ലെ? ഫാർമസിയിൽ നിന്നുള്ള മെഡിസിൻ റിസീവ് ചെയ്തിട്ട് അതിന്റെ ക്വാണ്ടിറ്റി കൃത്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ആവശ്യത്തിനനുസരിച്ച്, ആ പേഷ്യന്റിന്റെ ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ മെഡിസിൻസ് ഉണ്ടോ എന്നുള്ളത് നേഴ്സ് അത് ചെക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഗിവൺ ദ മെഡിക്കേഷൻ ടു ദ പേഷ്യന്റ്. പേഷ്യന്റിന് കൊടുക്കും. മനസ്സിലായോ? അതായത് ഡോക്ടറിനെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്തത് മുതൽ നമ്മൾ വാർഡിലേക്ക് ആ മെഡിസിൻ എത്തുന്നത് വരെയുള്ള ആ പ്രൊസീജിയർ ആണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ HIS. HIS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇന്റന്റ് എന്ന് പറഞ്ഞാൽ റിക്വസിഷൻ ആണ്, റിക്വസ്റ്റ് ആണ്. മെഡിക്കേഷന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇന്റന്റ് ഈസ് ആൻ ഒഫീഷ്യൽ റിക്വസിഷൻ ഓഫ് മെഡിസിൻസ്. മെഡിക്കൽ സപ്ലൈ ഇതിന്റെ ഒക്കെ ഒഫീഷ്യൽ റിക്വസിഷൻ ആണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അതുവഴി പേഷ്യന്റിന് വേണ്ട മെഡിസിൻസ് ഇല്ലേ, അത് ഓർഡർ ചെയ്യാണ് ശരിക്കും ഇന്റന്റ് ഓർഡർ, മെഡിക്കേഷൻ ഓർഡർ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴി പേഷ്യന്റിന് വേണ്ടി മെഡിസിൻ ഓർഡർ ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. കണ്ടോ? താഴെ പറയുന്ന കാര്യങ്ങൾ നോക്കണം. ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ്. വെറുതെ അങ്ങോട്ട് ഓർഡർ കൊടുക്കല്ല. ഇങ്ങനെ ഓർഡർ കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങൾ നോക്കണം. ഈ കാര്യങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഓർഡർ കൊടുക്കാൻ.
മെഡിക്കേഷൻ ഓർഡർ കൊടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടത്? ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ ദ പേഷ്യന്റ് ഇൻ HIS. എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്? പേഷ്യന്റ് ID നമ്പർ, പേഷ്യന്റിന്റെ ID നമ്പർ ശരിയാണോ എന്നുള്ളത് നോക്കണം. ID നമ്പർ, പേഷ്യന്റ് ബെഡ് നമ്പർ ഓക്കെ ആണോ ശരിയാണോ അത് നോക്കണം. എന്നിട്ട് വേണം ഓർഡർ കൊടുക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ ഈ കാര്യങ്ങൾ നോക്കണം. പേഷ്യന്റിന്റെ പേര് കറക്റ്റ് അല്ലേ, പേഷ്യന്റിന്റെ പേര് ഓക്കെ അല്ലേ എന്നുള്ളത് നോക്കും. ഡോസ് ആൻഡ് ഡോസേജ് ഫ്രം റിട്ടൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ, ആ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുള്ള ഡോസേജുകൾ അത് നോക്കും. ഇനി അടുത്ത് നോക്കിയ സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്, ഈ പേഷ്യന്റിന്റെ ക്യാബിനറ്റിൽ മെഡിസിൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മരുന്ന് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്താൽ പോരെ അവർക്ക്. അതുകൊണ്ട് സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്, പേഷ്യന്റിന്റെ ക്യാബിനിൽ മെഡിസിൻസ് അഡ്വാൻസ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ, ഇനി ഇന്റന്റ് റിസീവ് പേപ്പറും അതും എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് എഫ് വരേണ്ട ആ പോയിന്റ്സും അവിടെയും ഒന്ന് ടിക്ക് ഇട്ടോണ്ട് അവിടെ ഒരു ഇന്റന്റ് കൊടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്? പേഷ്യന്റ് ID number, patient bed number, patient name, dose and dosage from written in prescription, store in advance medicine in patient cabinet, last intended receipt paper. ഇനി അടുത്ത് നോക്കിയേ ഫിനാൻസ് നോക്കിയേ. ഇനി ഹോസ്പിറ്റലിലെ ഫാർമസിയിലേക്കുള്ള ഫിനാൻസ് ഇല്ലേ, അതിന്റെ സോഴ്സ് എങ്ങനെയാ നോക്കിയേ? ഫിനാൻസ് ഫാർമസിയിലുള്ള ഈ ഫിനാൻസിന്റെ സോഴ്സ് നോക്കി, പ്രൈമറി സോഴ്സ് എവിടെ നിന്നാണ് പ്രധാനമായിട്ട് കിട്ടുന്നത്? ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത് ഫാർമസിയില്? പ്രൈമറി സോഴ്സ് ഏതാ? പ്രധാന ഉറവിടം ഏതാ? ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്, പേഷ്യന്റിൽ നിന്നും വാങ്ങുന്ന ചാർജ് കിട്ടിയോ? പ്രൈമറി സോഴ്സ് ഏതാണ്? ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്, പേഷ്യന്റ് കൊടുക്കൂലേ? വെറുതെ അല്ലല്ലോ മരുന്ന് തന്നെ, നമുക്ക് ഫാർമസിയിൽ നിന്ന് വെറുതെയാണ് മരുന്ന് തന്നത്. എന്താ പ്രൈമറി സോഴ്സ് ഏതാണ്? പേഷ്യന്റിൽ നിന്ന് മേടിക്കുന്ന ചാർജ്. പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്, പേഷ്യന്റിൽ നിന്നും വാങ്ങുന്ന ചാർജ് ആണ് പ്രൈമറി സോഴ്സ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കിയേ, ചാർജ് ഗോട്ട് ബൈ ദ പേഷ്യൻസ് ആർ ഐദർ ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ് ഓർ ഫ്രം ദ തേർഡ് പാർട്ടി. ഇനി എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ ചാർജ് ഗോട്ട് ബൈ ദ പേഷ്യന്റ് ആർ, പേഷ്യന്റിൽ നിന്നും ഈടാക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അവരെ ഫുള്ളി പേ ചെയ്യാം, പൈസ എത്രയാന്ന് വെച്ചാൽ നേരെ പേയ്മെന്റ് സ്വന്തമായിട്ട് ചെയ്യും, അല്ലെങ്കിലോ ഓർ ഫ്രം ദ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി ആരവിടെ? തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഷുറൻസ്. ഇൻഷുറൻസ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം. പേഷ്യന്റിൽ നിന്നുള്ള ചാർജ് അവര് സ്വീകരിക്കുന്നത് ഒന്നിരിക്കണം പേയ്മെന്റ് ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ്, പേഷ്യന്റ് തന്നെ പേ ചെയ്യും, അല്ലെങ്കിൽ ഇൻഷുറൻസ്. ഇനി ആ പ്രൈമറി സോഴ്സ് എന്നുള്ള ഫസ്റ്റ് പോയിന്റ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് ആദ്യം അതെങ്ങനെ ചോദിക്കാം? ഫാർമസിയിലെ ഫിനാൻസിന്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്, പേഷ്യന്റിൽ നിന്നും ഈടാക്കുന്ന ചാർജ്. ഇനി മൂന്നാമത്തെയാണ് റിസർച്ച് വർക്ക് എന്ന് പറയുന്നത്. റിസർച്ച് വർക്ക്, ഇൻവെസ്റ്റഡ് എൻഡോൾമെന്റ് ഫണ്ട്. ഇനി അടുത്തത് ഏതാ? എൻഡോൾമെന്റ് ഫണ്ടുകള്. ദ എൻഡോൾമെന്റ് ഫണ്ട് ആർ ഫണ്ടഡ് മെയിൻലി ത്രൂ ഡൊണേഷൻ, ഡൊണേഷൻ വഴി കിട്ടുന്ന ഫണ്ടാണ് എൻഡോൾമെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. കേട്ടിട്ടില്ലേ നമ്മള് എൻഡോൾമെന്റ് ഫണ്ടുകള് പല ആളുകളുടെ പേരിലൊക്കെ കൊടുക്കുന്നത്? The fund have a specific policies that concern investment, withdrawal and usage of the fund. ഇനി ഫണ്ടിന് പ്രത്യേക പോളിസി ഉണ്ട്, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ വിഡ്രോവൽ, പിൻവലിക്കല്, യൂസേജ് ഓഫ് ഫണ്ട്, ഫണ്ടിന്റെ ഉപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് പോളിസീസ് ഉണ്ട്. അതാണ് എൻഡോൾമെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് ഏതാണ്? ഫാർമസിയിലെ ഫണ്ട് ഗിഫ്റ്റ് കൊടുക്കാം. ഇപ്പൊ എനിക്ക് കുറച്ച് പൈസ ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ രണ്ടും ശരിയാണ്. സംഭാവന കൊടുക്കാറുണ്ടോ? സംഭാവനയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ടോ? ഒരുപാട് എമൗണ്ട് ഒന്നും ഇല്ലെങ്കിലും ചെറിയ എമൗണ്ട് ഒക്കെ നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുക്കാറുണ്ട് അല്ലെ? എന്തെങ്കിലും ഇതുപോലെ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കോ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അല്ലെ നമ്മൾ കൊടുക്കാറില്ലേ? കോൺട്രിബ്യൂഷൻ ആകാം ടുവേഴ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ്, പൊതുപ്രവർത്തന ചെലവുകൾക്കുള്ള കോൺട്രിബ്യൂഷനോ ഗിഫ്റ്റോ അങ്ങനെയായിട്ട് കൊടുക്കാം. എന്റെ ഇതിൽ ഇഷ്ടംപോലെ കാശുണ്ട്, എനിക്ക് കുറച്ച് വേണമെങ്കിൽ, അത് കാശുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല കേട്ടോ.
കാശുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്താണ് അത് കൊടുക്കാനുള്ള മനസ്സും കൂടി കാണിക്കണ്ടേ, അങ്ങനെ കൂടി വേണേ. ഗിഫ്റ്റ്, കോൺട്രിബ്യൂഷൻ ആൻഡ് ഫങ്ഷണൽ എക്സ്പെൻസ്. അപ്പൊ ഇതൊക്കെയാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഫാർമസിയുടെ ഫണ്ടിന്റെ പ്രൈമറി സോഴ്സ് എവിടെ നിന്ന് തന്നെയാണ്? ചാർജ് ഫ്രം ദ പേഷ്യന്റ്. ആ പേഷ്യന്റിൽ നിന്ന് ഈടാക്കുന്ന ചാർജ് എന്ന് പറയും. ഒന്നില്ലെങ്കിൽ അവര് ഫുള്ളി പേയ്മെന്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വഴി കൊടുക്കാം. പിന്നെ അടുത്താണ് റിസർച്ച് വർക്ക്, ഗവേഷണ വിഭാഗം. പിന്നെ അടുത്ത ഇൻവെസ്റ്റഡ് എൻഡോവ്മെന്റ് ഫണ്ട്. എൻഡോവ്മെന്റ് ഫണ്ടുകള്, എൻഡോവ്മെന്റ് ഫണ്ട് ആർ ഫണ്ടഡ് മെയിൻലി ത്രൂ ഡൊണേഷൻ. ഡൊണേഷൻ വഴി കൊടുക്കുന്നതാണ്. അതിന് പ്രത്യേക പോളിസികള്, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്, വിഡ്രോവൽ, യൂസേജ്, യൂസേജ് ഓഫ് ഫണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക പോളിസികളുണ്ട്. പിന്നെ എന്താണ്? ഗിഫ്റ്റ്, കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസ്. പൊതുപ്രവർത്തന ചെലവുകൾക്കുള്ള ഗിഫ്റ്റുകളായിട്ട് കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്തിടാം. ശ്രീകുട്ടി ഇപ്പൊ കുളിച്ചാളോ? നട്ടുച്ചയായപ്പോഴാണ് കുളിച്ചിട്ട് വന്നേ. കുളിയൊക്കെ കഴിഞ്ഞ് തലയിലൊക്കെ കെട്ടി ഇവിടെ നിൽക്കണ്ടായിരുന്നോ? ശ്രീകുട്ടി തന്നെയല്ലേ? ചേപ്പയാണോ കുളിക്കണേ? ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കൂളാവട്ടെ എന്ന് കരുതി ഞാൻ ചോദിച്ചതാണ് കേട്ടോ. ജസ്റ്റ് കണ്ടപ്പോ ശ്രീകുട്ടി തലയിലൊക്കെ, ശ്രീകുട്ടിയാന്ന് തോന്നുന്നു, തലയിലൊക്കെ കെട്ടിയൊക്കെ നിൽക്കണ്ടായിരുന്നു, അതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? എന്തൊക്കെ? പ്രോബ്ലം ഓഫ് ഫാർമസി സർവീസസ്. എന്തൊക്കെയാണ് ഫാർമസി സർവീസിൽ, ഫാർമസിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? എന്തൊക്കെയാ പ്രശ്നങ്ങൾ വന്നേന്ന് നോക്കിയേ. പ്രോബ്ലംസ് നമ്മള് ആ സ്ക്വയറിൽ കൊടുത്തിട്ടില്ലേ, അത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ചോദിക്കാറുണ്ട്, ഇങ്ങനെ തന്നെ ചോദിക്കും. പ്രോബ്ലം ഓഫ് ഫാർമസി സർവീസ് ഇൻക്ലൂഡ് ഡാഷ്. ഫാർമസി സർവീസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തെ എന്താ? പിൽഫറേജ്. എന്താ പിൽഫറേജ് എന്ന് പറഞ്ഞാൽ? പിൽഫറേജ് എന്താണ്? പിൽഫറേജ് എന്താണ്? പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം. മോഷണമാണ്. ചെറിയ ചെറിയ മോഷണങ്ങള് പോകാം. ദെൻ അടുത്ത പ്രശ്നം എന്താ? ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്ഡേറ്റഡ് ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മരുന്നുകൾ. PDF കാണുന്നില്ലേ പിള്ളേരെ? ഇത്ര നേരം കാണുന്നുണ്ടായിരുന്നോ? ഷെയർ ചെയ്തേക്കുന്നത് ഞാൻ ഒന്നോടെ ഷെയർ ചെയ്തിടാം. ഇത്രയും നേരം കാണണ്ടായിരുന്നില്ലേ? ഞാൻ വന്നപ്പോഴേ ഷെയർ ചെയ്തിട്ടതാണല്ലോ. ഒരു മിനിറ്റ്, ഞാൻ ഒന്നോടെ ഷെയർ ചെയ്ത് നോക്കാട്ടാ. ഏതൊക്കെയാണൊക്കെ പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസ്? ഓക്കെ ആണോ? ഇവിടെ ഇതിന്റെ ടെക്സ്റ്റ് ഉണ്ടല്ലോ അല്ലെ? ഓക്കെ ഓക്കെ. അപ്പോ ഏതൊക്കെയാ? ഒന്നാമത്തെ എന്താണ്? പിൽഫറേജ്, മോഷണം പോകാം. മെഡിസിൻസിനൊക്കെ നല്ല വിലയല്ലേ? കുറച്ച് മരുന്നുകളാണെങ്കിലും എടുത്തോണ്ട് പോയാൽ പോരെ, എന്താ പൈസയോ അങ്ങനെയൊക്കെ ആയിട്ട് മോഷണം പോകാം. രണ്ടാമത്തെയാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടെക്സ്റ്റ് ഇല്ല. ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് നിങ്ങള്? ഓക്കെ. അടുത്തതാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വിപണിയിൽ നിരോധിച്ച മരുന്നുകൾ, അതായത് ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മരുന്നുകളാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അവിടെ ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മരുന്നുകൾ, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. PDF പിന്നെ പോയോ? ഉണ്ടല്ലോ, ഉണ്ടെന്നൊക്കെ പറയുന്നത് പോയിട്ട് ആർക്കും കാണാൻ പറ്റില്ലേ? ഇതെന്താണോ? ഞാനൊന്നും ചെയ്യല്ല. ഇത് പിന്നെ ഇടയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം? ഉണ്ടായിരുന്നില്ല? എന്താണോ? എന്നോട് ഞാൻ ഷെയർ ചെയ്തിട്ടും അവിടെ ഒന്ന് നോക്കിയാലേ കേട്ടോ. ഓക്കെ ആണോ? ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇത്ര കഴിയുമ്പോഴത്തേക്ക് പോകുക. ഓക്കെ.
എന്നപ്പോ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ എന്താണ് പ്രശ്നം? എന്താണ്? ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞത് ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മരുന്നുകൾ. ചില മരുന്നുകളൊക്കെ നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാത്തതൊക്കെ ആയിട്ടേ ഉള്ള മരുന്നുകളുണ്ട്. അപ്പൊ അതായത് ആ ലിസ്റ്റിലില്ല, ഡ്രഗ് ലിസ്റ്റിലില്ല. ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മരുന്നാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. പിന്നെ അടുത്തതാണ് ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് അത് നമ്മൾ കൊണ്ടുവരാനുള്ള ചെലവുകളൊക്കെ. പിന്നെ അടുത്ത നോക്കിയ ഷോർട്ടേജ് കോസ്റ്റ്. ഷോർട്ടേജ് അതായത് ആവശ്യത്തിന് മരുന്നുകൾ ഇല്ലാത്തൊരവസ്ഥയില്ലേ, അത് ആവശ്യത്തിന് മരുന്നുകൾ ഇല്ലാത്ത, അത് മരുന്നുകളുടെ ലഭ്യത കുറവ്. ഓക്കെ, ഷോർട്ടേജ് കൊണ്ടുണ്ടാകുന്ന ഷോർട്ടേജ് കോസ്റ്റുകള്, നിർദ്ദിഷ്ട മരുന്നുകളുടെ ലഭ്യത കുറവ്. പിന്നെ അടുത്ത് നോക്കിയേ എക്സ്പയറി ഡ്രഗ്സ്. എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഒന്ന് നോക്കട്ടെ നിങ്ങൾ. ടെക്സ്റ്റ് ഉള്ളൊരു ടെക്സ്റ്റ് ഒന്ന് നോക്കാം. എക്സ്പയറി ഡ്രഗ്സ്. എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, ഇത്ര ഡേറ്റ് വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ മെഡിസിൻസ് ഉപയോഗിക്കാൻ പാടില്ല. നോക്കാറില്ല എക്സ്പയറി ഡേറ്റ്. നമ്മൾ എന്ത് സാധനം വാങ്ങുമ്പോഴും നോക്കാറുണ്ട്, എക്സ്പയറി നോക്കാറില്ലേ? നോക്കിയിട്ടല്ലേ വാങ്ങണത് എല്ലാ സാധനങ്ങളും. ഓക്കെ, എക്സ്പയറി ഡേറ്റ് അത്രയും, ആ ഡേറ്റ് വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മരുന്നുകൾ കേട്ടോ. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മരുന്നുകളാണ് ഇത് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മരുന്നുകൾ. എക്സ്പയറി ഡ്രഗ്സ് എന്ന് വെച്ചാൽ എന്താ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. പിന്നെ അടുത്ത് നോക്കിയാൽ ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് വാൻസ്. പിന്നെ എന്താ ഫാർമസിയിൽ ഉണ്ടാകുന്ന അടുത്ത പ്രശ്നം? ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ്, കീടങ്ങളും എലികളും എലിശല്യൊക്കെ മൂലം അങ്ങനെ മരുന്നുകൾ നഷ്ടം വരാം. ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടല്ലേ, ഇപ്പൊ സ്റ്റോർ റൂമിലൊക്കെ എലിയൊക്കെ കയറി മരുന്നുകളൊക്കെ നശിപ്പിക്കോ ഒക്കെ ചെയ്യാം. നമ്മുടെ സ്റ്റോർ റൂമിൽ കയറാറില്ലേ? എലിശല്യൊക്കെ ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കുമ്പോ എലിയൊക്കെ അല്ലേ, നമുക്ക് സ്വാഭാവികം. ഓക്കെ, അപ്പൊ അങ്ങനെ ഫാർമസിയിലെ മെഡിസിൻസും ഒക്കെ എന്താണ്, എലികളൊക്കെ, പ്രാണികളോ എലികളോ ഒക്കെ നശിപ്പിക്കാം. ഇതെല്ലാം ഒരു ഫാർമസി സർവീസ് നേരിടുന്ന പ്രശ്നങ്ങളാണ്. എന്തൊക്കെയാ നോക്കിയേ, എന്തൊക്കെയാ പ്രശ്നങ്ങള്, എന്തൊക്കെയാണ് പ്രോബ്ലംസ്? പിൽഫറേജ്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, ക്യാരിയിങ് കോസ്റ്റ്, ഷോർട്ടേജ് കോസ്റ്റ്, എക്സ്പയറി ഡ്രഗ്സ്, ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. ഇനി അടുത്തതാണ് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ എന്താ? എന്തൊക്കെയാണ് ഒരു ചീഫ് ഫാർമസിസ്റ്റ്? ഇതിനു മുന്നേ പ്രോബ്ലം നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ എന്താ? എന്തൊക്കെയാ അദ്ദേഹം ചെയ്യുന്നതിനൊക്കെ? ഫുൾഫില്ലിംഗ്, ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞ മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരൂലേ, കൊണ്ടുവരാനൊക്കെ ആയിട്ടുള്ള കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ കോസ്റ്റ്, കൊണ്ടുവരാനുള്ള ചെലവുകളും കാര്യങ്ങളും ഒക്കെ. ഇനി അടുത്ത റോൾ ഓഫ് ദ ചീഫ് ഫാർമസി. ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റോള് എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്? ഒന്നാമത്തത് ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പറഞ്ഞില്ലേ, ആ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡിസിഷൻസ് ഫുൾഫില്ല് ചെയ്യുക, നിറവേറ്റുക. ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങള് നിറവേറ്റേണ്ടത് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ആ ഒരു പോയിന്റ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ഇനി ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽ ടു സെപ്പറേറ്റ് ഏരിയ. ഡിസ്പെൻസ് ചെയ്യുക എന്ന് വെച്ചാൽ വിതരണം ചെയ്യുക, മെഡിസിൻസ് വിതരണം ചെയ്യുക. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, ഇതെല്ലാം ഓരോ സെപ്പറേറ്റ് ഏരിയയിലേക്ക് അത് വിതരണം ചെയ്യുക. അടുത്ത പോയിന്റ് മെയിൻ്റനൻസ് ഓഫ് അക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. ഇനി നമ്മള് എമർജൻസി ഡ്രഗ്സ്, ഇനി ആന്റിഡോട്ട് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ആന്റിബയോട്ടിക് ഒക്കെ പോലെ ഇല്ലേ, അതായത് പ്രതിരോധ മരുന്നുകള്, എന്തെങ്കിലും റേഡിയേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുള്ള മരുന്നിനുള്ള പ്രതിമരുന്ന്, ഇതാണ് പ്രതിരോധിക്കാൻ നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കൂലേ, അതന്നെ ആന്റിഡോട്ട്സ്. എമർജൻസി ഡ്രഗ്സ്, ആന്റിഡോട്ട്സ്, ഇതിന്റെ ക്വാണ്ടിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് തീർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഫാർമസിയിൽ. എമർജൻസി മെഡിസിൻസ് ഒക്കെ എപ്പോഴും നമുക്ക് വേണം.
ആന്റിഡോട്ട്സ് ഇതിന്റെയൊക്കെ സ്റ്റോക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഉറപ്പുവരുത്തുന്ന ആരാ? ഫാർമസിസ്റ്റ്. അത് ചെക്ക് ചെയ്തോളാം. Then dispensing of narcotic drugs and accountics. Narcotic drugs അതിന്റെ അത് വിതരണം ചെയ്യുക, അതുപോലെ തന്നെ അതിന്റെ കണക്കെടുപ്പ് ഡിസ്പെൻസ് വിതരണം ചെയ്യുക. നാർക്കോട്ടിക് ഡ്രഗ്സ് നമ്മൾ പറഞ്ഞതല്ലേ, വേദന സംഹാരി പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിന്റെ വിതരണവും അതിന്റെ കണക്കും അത് നമ്മൾ പറഞ്ഞു. ഒരുപാടൊന്നും കൊണ്ടുവന്നൊന്നും വെക്കാൻ പാടില്ല, ആവശ്യത്തിന് മാത്രമേ പാടുള്ളൂ. പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്നതാണ്, അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പ്രത്യേകം പറഞ്ഞേക്കുന്നത് കേട്ടോ. ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറയാം, അതിന്റെ കണക്ക്. Then designation for various fluids. Designation സ്ഥാനം അനുസരിച്ച് പല ഫ്ലൂയിഡ്സ്, പലതരത്തിലുള്ള ഫ്ലൂയിഡ്സുകൾ ലേബൽ ചെയ്ത് വെക്കുക. അങ്ങനെ കൃത്യമായിട്ട് വെക്കുന്നുണ്ടെന്ന് ഉറപ്പ് കൊടുക്കുക. അത് ചെക്ക് ചെയ്യേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. പിന്നെ സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മ പരിശോധന നടത്തുക. സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. അതായത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന മരുന്നുകളിൽ അതിനെ സൂക്ഷ്മമായി പരിശോധിക്കുക. സ്ക്രൂട്ടിനി, സൂക്ഷ്മ പരിശോധന നടത്തുക. അതിന്റെ യൂസേജ് അനുസരിച്ച് കേട്ടോ, അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് അതൊക്കെ വെച്ചിട്ട് സ്ക്രൂട്ടിനി, സൂക്ഷ്മ പരിശോധന നടത്തുക. ഇനി പ്രിപ്പറേഷൻ ഓഫ് ഇൻഡെന്റ്സ്, ഇഷ്യൂസ് ആൻഡ് റിസിപ്റ്റ് വൗച്ചർ. പ്രിപ്പയർ ചെയ്യുക, ഇൻഡെന്റ്, ഓർഡർ, ഇഷ്യൂസ്, റിസിപ്റ്റ് വൗച്ചർ ഇതൊക്കെ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് ഇൻഡെന്റ്സ്, ഇഷ്യൂസ് ആൻഡ് റിസിപ്റ്റ് വൗച്ചർ. ദെൻ അടുത്തത് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക. ഇൻവെന്ററി കൺട്രോൾ, സ്റ്റോക്ക് കൺട്രോൾ. അടുത്ത നോക്കിയേ, മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. ഈ സ്റ്റോറുകള്, ലെഡ്ജറുകള്, റെക്കോർഡ്സ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞല്ലോ, വൗച്ചറിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന റെക്കോർഡാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ലെഡ്ജറും റെക്കോർഡ്സുകളും ഇത് അതിന്റെ സ്റ്റോറ് ഇതൊക്കെ കാര്യങ്ങളും ചെക്ക് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അത് നിലനിർത്തുക. പ്രൊവിഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് ഇലക്ട്രിസിറ്റി സപ്ലൈ. ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രിക് സപ്ലൈ ഉണ്ട്, അതിനുള്ള ഒരു വ്യവസ്ഥ ഉറപ്പുവരുത്തുക. പ്രൊവിഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് ഇലക്ട്രിസിറ്റി സപ്ലൈ. അടുത്ത സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധന നടത്തുക. സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ, ഗുണനിലവാരം ഉറപ്പുവരുത്തുക, സൂക്ഷ്മ പരിശോധന നടത്തുക. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. ഇനി എന്താണ്? ടീച്ചിങ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക. ഫാർമസിസ്റ്റിന് ടീച്ചിങ്, ട്രെയിനിങ് ഇതൊക്കെ കൊടുക്കുക. Then periodic utilization report of pharmacies. ഫാർമസിസ്റ്റ് പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട്, അതായത് ആ ഒരു പീരിയോഡിക് ആയിട്ട് നമുക്ക് എന്താ ആനുകാലിക റിപ്പോർട്ടുകൾ, മൊത്തം ഫാർമസിയുടെ മെഡിസിൻസ് അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത അങ്ങനെയുള്ള മൊത്തത്തിലുള്ള പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി. Then patient education. പേഷ്യൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുക, എങ്ങനെ മെഡിസിൻസ് കഴിക്കണം, അതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയുണ്ടോ, എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? നോക്കിയ റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ നിങ്ങൾ. അത് നിങ്ങൾ ഈ പോയിന്റ്സ് ഫുൾ ആയിട്ട് ഒന്നും ബൈഹാർട്ട് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ അത് ഒന്ന് വായിച്ച് പോയിന്റ്സ് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇന്നോക്കടെ അതിപ്പോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി വേഗം. അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ അങ്ങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഫാർമസി എന്ന് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കാം. ഓക്കെ ആണോ?
ഇത് ഫുൾ ആയിട്ടൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട കേട്ടോ പിള്ളേരെ. അത് ജസ്റ്റ് റോള് എന്താണ് എന്തൊക്കെയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇന്നാക്കടെ റോളാണ്, ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളാണ് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡിസിഷൻസ് നിറവേറ്റുക, പിന്നെ ഡിസ്പെൻസ് വിതരണം ചെയ്യുക. ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽ, കെമിക്കൽസ് ഇതെല്ലാം സെപ്പറേറ്റ് ഏരിയയിലേക്ക് വിതരണം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫാർമസിയിലെ എമർജൻസി ഡ്രഗ്സ്, ആന്റിഡോട്ട്സ് ആന്റിബയോട്ടിക്സ് പോലെ നമ്മൾ പ്രതിരോധ മരുന്നുകളൊക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ളതിന്റെ ക്വാണ്ടിറ്റി, അക്സെപ്റ്റഡ് ക്വാണ്ടിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നാർക്കോട്ടിക് ഡ്രഗ്സ് അത് വിതരണം ചെയ്യുക, അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. പിന്നെ വേരിയസ് ഫ്ലൂയിഡ്സുകൾ അത് ഓരോ സ്ഥാനം അനുസരിച്ച് തന്നെ അത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് അതിന്റെ യൂസേജ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മെഡിസിൻസ് സൂക്ഷ്മ പരിശോധന നടത്തുക. ഇന്റന്റ് പ്രിപ്പയർ ചെയ്യുക. ഇഷ്യൂസ് ആൻഡ് റിസിപ്റ്റ് വൗച്ചർ ഇതൊക്കെ തയ്യാറാക്കുക. ഇൻവെന്ററി കൺട്രോൾ, സ്റ്റോക്ക് കൺട്രോളും ചെയ്യുക. മെയിൻ്റെനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജർ, റെക്കോർഡ്സ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓൾട്ടർനേറ്റീവ് ഇലക്ട്രിക് സപ്ലൈ അതിനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോള്. പിന്നെ അടുത്തത് ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ് അതിപ്പോ നമുക്ക് ഹൂ ഇട്ടാണെങ്കിലും ചോദിക്കാലോ. ടീച്ച് ആൻഡ് ട്രെയിൻ ഓഫ് ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റിനെ എന്താണ് ടീച്ചിങ്ങും ട്രെയിനിങ്ങും കൊടുക്കുന്നത് ആരാ? ചീഫ് ഫാർമസിസ്റ്റ്. പിന്നെ പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി, പേഷ്യന്റ് എഡ്യൂക്കേഷൻ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, ലബോറട്ടറി സർവീസ്. ഫാർമസി കഴിഞ്ഞു, ഇനി നമ്മൾ നേരെ ലാബിലേക്കാ പോണത്. പോയിട്ടുണ്ടോ ലാബില്? പോയിട്ടുണ്ടോ? ഞാൻ ഇന്ന് രാവിലെ പോയിട്ട് വന്നോളൂ കേട്ടോ. രാവിലെ പോയി ബ്ലഡ് ഒന്ന് കൊടുത്തു. ഇങ്ങനെ കണ്ടിന്യൂസ് ഇരുന്ന് ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല, പുറം ഭയങ്കര വേദനയായിരുന്നു. ഒരാഴ്ചയായിട്ടും ചെറിയ ചെസ്റ്റ് പെയിൻ ഉണ്ട്, നമ്മളെ പുറം വേദനയുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് കൊളസ്ട്രോൾ ഒന്ന് നോക്കാം. കൊളസ്ട്രോൾ ഒന്നും ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പൊ ഇനി അതിന്റെ വല്ല പ്രശ്നമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനിപ്പോ ഇന്ന് സാമ്പിൾ കൊണ്ട് കൊടുത്തുള്ളൂ ബ്ലഡ്. ഇനി റിസൾട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് ആവേണ്ടതാണ്. ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് വരുള്ളൂ മെസ്സേജ്. വൈകിട്ട് പോയി അതൊന്ന് കണക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, ഫാർമസിയിൽ പോയിട്ടില്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. പോയിട്ടില്ലേ നിങ്ങളും? അല്ല സോറി, ലബോറട്ടറിയില്. ഫാർമസി ആ ചാപ്റ്ററിൽ ഞാനിപ്പോ പോകുന്നില്ല. പോയിട്ടുണ്ട് അല്ലേ? എന്തിനാ പോയേക്കുന്നേ? ലാബിൽ എന്തിനാ പോയേക്കുന്നേ? ചുമ്മാ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണോ? ബ്ലഡ് ടെസ്റ്റ്. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞ് ഞാനും ഇട്ടിട്ടുണ്ട് കേട്ടോ. അമൃതക്കുട്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കറിയാം ഫാർമസി എന്ന് പറഞ്ഞ എന്താ? ഫാർമസി എന്താണ്? നമ്മുടെ ഓരോ പേഷ്യൻസിന്റെയും ഹെൽത്ത്. ഇപ്പൊ എനിക്ക് എന്താ അസുഖം എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കൊളസ്ട്രോൾ എനിക്ക് ഉണ്ടോ എന്നൊരു സംശയം ഈ പുറം വേദനയൊക്കെ ഉള്ളത് കൊണ്ടേ. അപ്പൊ അതെനിക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അത് വെറുതെ കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ആയിട്ടുള്ള ആ സ്പെസിമെൻ, ആ സാമ്പിള് കൊടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് ഇന്ന അസുഖം ഉണ്ടോ? അതിലിപ്പോ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ വെറുതെ ഷുഗർ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സാമ്പിൾ കൊടുത്തിട്ട് അത് ചെക്ക് ചെയ്യുക ചെയ്യുന്നത്. അത് ടെസ്റ്റ് ചെയ്യുക. അവര് ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോഴാണ്, റിസൾട്ട് നമ്മുടെ കൈ കിട്ടുമ്പോഴാണ് നമുക്ക് ഇന്ന അസുഖം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ഓരോ പേഷ്യൻസിന്റെയും ആരോഗ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പിൾ നമ്മൾ കൊടുക്കും. ചുമ്മാ പറയോ? അവര് നോക്കിക്കൊണ്ട് പറയോ ഇതുണ്ട്, ഷുഗർ ഉണ്ടല്ലോ എന്ന് നമ്മളെ കണ്ടുകൊണ്ട് പറയാൻ പറ്റുമോ? കൊളസ്ട്രോൾ ഉണ്ടല്ലോ, പ്രഷർ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് അവര് എന്ത് ചെയ്യണം? നമ്മൾ നോക്കിക്കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെയാ അവര് ചെയ്യുന്നത്? എങ്ങനെയാ? സാമ്പിള്, നമ്മൾ എന്തെങ്കിലും ബ്ലഡോ യൂറിനോ അങ്ങനെ എന്തെങ്കിലും സാമ്പിളുകൾ കൊടുത്തിട്ട് ആ സാമ്പിളുകൾ പരിശോധന നടത്തുന്ന സ്ഥലമാണ് ഏത്? ലബോറട്ടറി. എല്ലാവരും പോയിട്ടുണ്ട്. പോയിട്ടില്ലെങ്കിൽ കണ്ടിട്ടെങ്കിലും ഉണ്ട് ലാബ് അല്ലെ? ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലമാണ്. എ മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി ഇസ് എ പ്ലേസ് വേർ ദ ടെസ്റ്റ് ആർ ഡൺ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. ടെസ്റ്റുകൾ നടത്തുന്ന പ്ലേസ് ഏതാ? മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി. മെഡിക്കൽ ലബോറട്ടറി ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. അങ്ങനെ ചോദിക്കാം സിമ്പിൾ ആയിട്ട്. ക്ലിനിക്കൽ ലബോറട്ടറി അല്ലെങ്കിൽ ക്ലിനിക്കൽ ലബോറട്ടറി. ഇതെല്ലാം ടെസ്റ്റുകൾ നടത്തുന്ന പ്ലേസ് ആണ്. അതാണ് ഓൺ ക്ലിനിക്കൽ സ്പെസിമെൻ. ഇനി എങ്ങനെയാ ടെസ്റ്റ് നടത്തുന്നത്? വെറുതെ ആണോ? സ്പെസിമെൻ നമ്മൾ കൊടുക്കണം, നമ്മൾ സാമ്പിൾ കൊടുക്കണം. ടു ഗെറ്റ് ദി ഇൻഫർമേഷൻ അബൌട്ട് ദ ഹെൽത്ത് ഓഫ് ദ പേഷ്യന്റ് ടു ഹെൽപ്പ് ഇൻ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ്.
അല്ലെ? അതായത് നമ്മൾ കൊടുക്കുന്ന സ്പെസിമെൻ ക്ലിനിക്കൽ സാമ്പിളുകൾ പരിശോധന നടത്തിയിട്ട് അതിൽ നിന്ന് നമ്മള് സ്ക്രീൻ കാണില്ലേ ശ്രീലക്ഷ്മി? സ്ക്രീൻ കാണുന്നുണ്ടോ? ആർക്കെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. ടെക്സ്റ്റ് ഉണ്ടോ കയ്യിൽ? അമൃതക്കുട്ടി ഇവിടെ തമ്പ് തന്നിട്ടുണ്ട്, കാണുന്നുണ്ടെന്നാ പറയുന്നത്. ഇനി കുറച്ചു പേർക്ക് കാണാൻ പറ്റാത്തതാണോ, ഇനി കുറച്ചു പേര് കാണുന്നതാണോ? ഞാൻ ഇവിടെ ഷെയർ ചെയ്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് എടുത്ത് വെക്കുക കേട്ടോ. അമൃത കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ടെസ്റ്റ് ഉള്ളവരൊന്ന് എടുത്ത് വെക്കാം. കാണുന്നില്ല. ഓക്കെ, ഞാനിവിടെ ഷെയർ ചെയ്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴോ? ഇപ്പൊ നോക്കിയേ ചിതാ, വേറെ പേജാ കാണുന്നതിന്. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പോഴും കാണുന്നില്ല. എന്നാ ടെക്സ്റ്റ് എടുത്ത് വെക്കട്ടെ. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഉള്ളൂ. ഒന്നുകൂടെ ശരിയാക്കാം. ഇനി നോക്കി അവിടെ എന്താ ടെക്സ്റ്റ് ഉള്ള ഒരു ടെസ്റ്റ് ഒന്ന് എടുത്ത് വെക്കാം. അപ്പൊ ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്പെസിമെൻസ്, ആ സാമ്പിളുകൾ ഉപയോഗിച്ചിട്ട് ടെസ്റ്റുകൾ നടത്തുന്ന പ്ലേസ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ടു ഗെറ്റ് ദ ഇൻഫർമേഷൻ. പേജ് നമ്പർ 11 ആണ് കാണുന്നത്. 11 എന്ന് പറഞ്ഞ ഏതാ? നമ്മുടെ ഞാൻ ഒന്നോടെ എന്നാ ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഇനി ആകെ ഒരു 5-8 മിനിറ്റ് ഉള്ളൂ. ഒന്നോടെ ഞാൻ എന്നാന്ന് ചെയ്യാം കേട്ടോ. സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നോടെ ഷെയർ ചെയ്തിടാം. നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ ടെക്സ്റ്റ് എടുത്ത് വെക്കാം കേട്ടോ. തൽക്കാലം ഇപ്പൊ വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് ഇവിടെ പറ്റുന്നില്ല. ക്ലാസ്സിലൊന്നും അങ്ങനെ കുഴപ്പമില്ല. ഒന്നുകൂടെ നോക്കിയത് കേട്ടോ. ഇപ്പൊ കാണാൻ പറ്റേണ്ടതാണ്, പക്ഷെ എത്ര നേരം കാണാൻ പറ്റും അറിയാൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അപ്പൊ സ്പെസിമെൻസ് കൊടുത്തിട്ട്, ക്ലിനിക്കൽ സ്പെസിമെൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ടെസ്റ്റുകൾ നടത്തുന്നു. അല്ലെ? ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? To get the information about the health of the patient. പേഷ്യന്റിന്റെ ഹെൽത്ത്, ആരോഗ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. To help this diagnosis, treatment and prevention of disease. ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ ഹെൽത്ത്, അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് എവിടെ നിന്ന്? ക്ലിനിക്കൽ സാമ്പിൾ കൊടുത്തിട്ട് ടെസ്റ്റുകൾ നടത്തിയിട്ട്. ലബോറട്ടറീസ് ഡിഫർ ഇൻ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി. വലുപ്പത്തിലും കോംപ്ലക്സിറ്റി, സങ്കീർണതയിലും ഈ മെഡിക്കൽ ലബോറട്ടറി വ്യത്യാസപ്പെട്ടിരിക്കും. ആൻഡ് ഓൾസോ പ്രൊവൈഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് സർവീസസ്. പല തരത്തിലുള്ള ടെസ്റ്റിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ലബോറട്ടറി ഈസ് എ പാർട്ട് ഓഫ് ലബോറട്ടറി. ലബോറട്ടറിയുടെ ഭാഗമാണ്. ദാറ്റ് ഈസ് equipped with the various ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ബയോമെക്കാനിക്കൽ ഈ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലാബില്. ടെസ്റ്റ് ചെയ്യാനൊക്കെ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, റിയേജൻസ്, കെമിക്കൽസ് അല്ലെ? എന്തെങ്കിലുമൊക്കെ കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ ഇത് ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ വെറുതെ ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ പറ്റില്ല. അതിലേക്ക് കെമിക്കൽസ്, റിയേജൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കളർ ചേഞ്ച് ഒക്കെ നോക്കിയിട്ടാണ് നമ്മള് അല്ലെ ഷുഗർ ഒക്കെ ഉണ്ടോ എന്നൊക്കെ അറിയുന്നത്. അപ്പൊ അങ്ങനെ കെമിക്കൽസ് ഓർ ക്യാരിങ് ഔട്ട് ഡിഫറെന്റ് ലബോറട്ടറി ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ടിവിറ്റീസ് ബൈ യൂസിങ് ബയോളജിക്കൽ സ്പെസിമെൻ. എങ്ങനെയാ? ബയോളജിക്കൽ സ്പെസിമെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ്, കെമിക്കൽസ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മള് എന്ത് ചെയ്യുന്നു? നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതിനകത്ത് കൊടുത്തേ മൊത്തം ബ്ലഡ് ആവാം, സെറം. സെറം എന്ന് പറഞ്ഞാൽ എന്താ? സെറം വാട്ടറി ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. പ്ലാസ്മയാണ് കേട്ടോ. അത് ക്ലിയർ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ്. ക്ലിയർ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. ഓക്കെ. പ്ലാസ്മ വാട്ടറി ലിക്വിഡ് പാർട്ട്. പ്ലാസ്മ. ദെൻ അടുത്തത് ഏതാ? യൂറിൻ, സ്റ്റൂള്, എക്സെട്ര. യൂറിൻ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ? യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ നമുക്ക് എല്ലാ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത്. സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ മല.
ഇങ്ങനെയുള്ള സാമ്പിളുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്തി നമ്മുടെ രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഒന്നാമത്തെ പാരഗ്രാഫ് വലിയ ഇതൊന്നുമില്ല, ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇനി the objectives of medical laboratory are providing it customers, physicians and patients. കസ്റ്റമർ എന്ന് പറഞ്ഞാലാണ് ഫിസിഷ്യനും പേഷ്യൻസിനും എന്താണ് എന്ത് പ്രൊവൈഡ് ചെയ്യുക? എക്സ്ട്രാക്ട് റിസൾട്ട് വിച്ച് ഷെയർ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്. ശരിയല്ലേ? കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് തരും, കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് തരും. വിത്ത് ഷെയർ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്. ക്ലിനിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് തരും. ഈ റിസൾട്ട് കിട്ടിയിട്ടല്ലേ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണേ, അല്ലെ? അപ്പൊ ഈ സാമ്പിളുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് റിസൾട്ട് തരും. അത് എന്തിനു വേണ്ടി? നമുക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗപ്രദമായിട്ടുള്ള കറക്റ്റ് റിസൾട്ട് തരിക ചെയ്യുന്നത്. ഇനി അവിടെ ഫങ്ഷണൽ ഡിവിഷൻ ഓഫ് ലാബ് സർവീസ് ആണ് കൊടുത്തേക്കുന്നത്. ലാബ് സർവീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിവിഷൻ. 5 ഡിവിഷനായിട്ട് തിരിക്കാൻ ലാബ് സർവീസിനെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിക്കോളണം. ആ 3 ടേബിളിൽ അതിൽ നിന്ന് ഒരെണ്ണം എക്സാമിന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണെന്ന് നോട്ട് ഇത് വെച്ചോ കേട്ടോ. ഈ ലാബ് ലബോറട്ടറി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരെണ്ണം അതിന് ചോദിക്കാറുണ്ട്. ലാബ് സർവീസിനെ നമുക്ക് മെയിൻ ആയിട്ട് എത്രയാ 5 ഡിവിഷൻ, 5 ഡിവിഷനായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണെന്നൊക്കെ? ക്ലിനിക്കൽ പത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്. ഏതൊക്കെ ലബോറട്ടറി സർവീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നേ? ലാബ് സർവീസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഏതൊക്കെയാ 5 ഡിവിഷനായിട്ട്? ക്ലിനിക്കൽ പത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്. കണ്ടോ? 5 ഡിവിഷനായിട്ട് തിരിച്ചേക്കുവാണ്. ക്ലിനിക്കൽ പത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്. ഇനി അതിലാണ് ക്ലിനിക്കൽ പത്തോളജി. ക്ലിനിക്കൽ പത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ക്ലിനിക്കൽ പത്തോളജി, ക്ലിനിക്കൽ പത്തോളജി നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ആ ക്ലിനിക്കൽ പത്തോളജിയുടെ കീഴിൽ വരുന്നതാണ് ഹെമറ്റോളജി, ഹിസ്റ്റോ പത്തോളജി, സൈറ്റോളജി, റുട്ടീൻ പത്തോളജി. 4 കേട്ടോ. ഓക്കെ, അപ്പൊ അതും ചോദിക്കാറുണ്ട്. ക്ലിനിക്കൽ പത്തോളജിയുടെ കീഴിൽ വരുന്നത് ഏതാണ്? ക്ലിനിക്കൽ പത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ്, ശരീരദ്രവങ്ങള്, ടിഷ്യൂസ്, ബ്ലഡ്, യൂറിൻ, സെല്ല് ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മള് എന്താണ് ഡിസീസ് എന്ന് കണ്ടുപിടിക്കുന്നതാണ്, അല്ലെ? എന്നിവ കണ്ടുപിടിക്കുന്നതാണ് ക്ലിനിക്കൽ പത്തോളജി. അതായത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ട് നമ്മൾ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അതിന് വരുന്നതാണ് ഹെമറ്റോളജി. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ബ്ലഡ്. പഠിച്ചിട്ടില്ലേ ബ്ലഡ് ബാങ്കില്? ഹെമറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ്. അവിടെ ഒന്ന് എഴുതി വെച്ച് ബ്രാക്കറ്റില്, ടെക്സ്റ്റിൽ തന്നെ, ടെക്സ്റ്റ് ഉള്ളവർ ആ ടെക്സ്റ്റിൽ തന്നെ ഒന്ന് എഴുതി വെച്ച് ഹെമറ്റോളജിയുടെ ബ്രാക്കറ്റില് ബ്ലഡ് എന്ന് എഴുതട്ടാ. ബ്ലഡ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്ത് പരിശോധനയ്ക്ക് വിധേയമായിട്ട് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, ഹെമറ്റോളജി. ഹിസ്റ്റോ പത്തോളജി. ഹിസ്റ്റോ പത്തോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ടിഷ്യൂസ് എടുക്കുന്നത്, ശരീരകലകള്, നമ്മുടെ ടിഷ്യൂ, ബോഡി ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു? പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് രോഗനിർണയം നടത്തുന്നതാണ് ഹിസ്റ്റോ പത്തോളജി. അതിന്റെ ബ്രാക്കറ്റില് നിങ്ങൾ എഴുതുക ബോഡി ടിഷ്യൂസ്. അത്ര എഴുതിയാൽ പോരെ? വലിയ സെന്റൻസ് ഒന്നും വാരി വലിച്ച് എഴുതണ്ട. നമ്മുടെ ശരീരകലകൾ, ബോഡി ടിഷ്യൂസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് എന്താണ് രോഗം എന്ന് കണ്ടെത്തുന്നു. ക്ലിയർ ആണോ? 2 എണ്ണം പറഞ്ഞത്. ഹെമറ്റോളജിയിൽ എന്താ? ബ്ലഡ് എടുക്കണ്ടേ? ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് എന്താ ഡിസീസ് കണ്ടുപിടിക്കും. ഹിസ്റ്റോ പത്തോളജിയിൽ എന്താണ്? ബോഡി ടിഷ്യൂസ്. എല്ലാവരും ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ബോഡി ടിഷ്യൂസ്, ബോഡി ടിഷ്യൂസ് പരിശോധനയ്ക്ക് ശരീരകലകള് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് എന്താണ് രോഗം എന്ന് കണ്ടെത്തും. ഈ സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ? സൈറ്റോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സെൽസ്. നമ്മുടെ സെല്ല്, നമ്മുടെ കോശങ്ങള് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? എന്താണ് രോഗം എന്ന് കണ്ടെത്തുന്നു. അവിടെ ഒന്ന് എഴുതി വെച്ചു കേട്ടോ, സൈറ്റോളജി എന്നുള്ളത്. സൈറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് സെൽസ്. സെല്ലുകളാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് ക്ലിനിക്കൽ പത്തോളജിയില്
രണ്ടെണ്ണം പറഞ്ഞു, ഹെമറ്റോളജിയും പറഞ്ഞു, ഹിസ്റ്റോപത്തോളജിയും പറഞ്ഞു. ബാക്കിത്തെ സോറി 3എണ്ണം. സൈറ്റോളജി അതാ സ്റ്റഡി ഓഫ് സെൽ. അപ്പൊ സെല്ല് പരിശോധനയ്ക്ക് വിധേയം, ഇപ്പൊ നമ്മുടെ സെല്ലുകള് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട്, നമ്മുടെ കോശങ്ങള് പരിശോധനയ്ക്ക് വിധേയമായിട്ട് എന്താണ് രോഗം എന്ന് കണ്ടെത്തുന്നു. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.